നമസ്കാരം. എല്ലാ കാലത്തും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം നിന്നിരുന്ന CPM-ന്റെ അഖിലേന്ത്യാ നേതാവ് പ്രകാശ് കാരാട്ട് ഇപ്പോൾ പിണറായിയുമായി തെറ്റിപ്പിരിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. പിണറായിയുമായി തെറ്റിപ്പിരിയുന്നു എന്ന് പറഞ്ഞാൽ ഇതുവരെയും പിണറായി ചെയ്യുന്ന ഒരു കാര്യം പോലും മുഖത്ത് നോക്കി പറയാതിരുന്ന പ്രകാശ് കാരാട്ട് ഇപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിരിക്കുന്നു, പ്രതിഷേധിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ പരിപൂർണ ഉത്തരവാദിത്തം പിണറായി വിജയൻ എന്ന ധാർഷ്ട്യക്കാരനായ അഹങ്കാരിയായ മുഖ്യമന്ത്രിയുടെയും CPM എന്ന പാർട്ടി പ്രവർത്തകന്റെയും ഒറ്റ പരാജയം തന്നെയാണ് എന്ന തരത്തിൽ തന്നെയാണ് പ്രകാശ് കാരാട്ട് ഇപ്പോൾ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ പരാജയത്തെക്കുറിച്ചുള്ള കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ടുകൾ താഴെ തട്ടിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ മധ്യമേഖലാ സമ്മേളനത്തിൽ കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തിയ സമ്മേളനത്തിലാണ് പിണറായി വിജയനെതിരെ പ്രകാശ് കാരാട്ട് ശക്തിയുക്തം ആഞ്ഞടിച്ചത്. ചില നേതാക്കളുടെ ധാർഷ്ട്യവും അഹങ്കാരവും ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റി, ഭരണത്തെ പാർട്ടിയിൽ നിന്ന് അകറ്റി എന്ന് കൃത്യമായി തന്നെ പ്രകാശ് കാരാട്ട് എടുത്തു പറയുമ്പോൾ പിണറായി വിജയന്റെ പേരെടുത്തു പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പിണറായി വിജയന്റെ പേരെടുത്ത് പരാമർശിക്കാതെയുള്ള ഒരു ആനുകൂല്യം മാത്രമാണ് പ്രകാശ് കാരാട്ട് പിണറായി വിജയന് കൊടുത്തത്. എന്നാൽ നേതാക്കന്മാരുടെ ഇതുപോലുള്ള ധാർഷ്ട്യവും അഹങ്കാരവും ഉദ്യോഗസ്ഥ മനോഭാവം കൊണ്ട് തന്നെയാണ് CPM എന്ന അടിസ്ഥാന വർഗ പാർട്ടിയിൽ നിന്ന് സാധാരണ ജനങ്ങളെല്ലാം ഒഴുകിപ്പോയത്, മറ്റു പാർട്ടികളിലേക്ക് അവരുടെ വോട്ടുകൾ ചേക്കേറിയത് എന്നാണ് പ്രകാശ് കാരാട്ട് എടുത്തു പറഞ്ഞത്. ഇതിന് ഒരേ ഒരു ഉത്തരവാദി പിണറായി വിജയൻ മാത്രമാണ് എന്നാണ് പ്രകാശ് കാരാട്ടിന്റെ നിഗമനവും അദ്ദേഹത്തിന്റെ പ്രസ്താവനയും അത് തന്നെയാണ്. CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ മുതൽ മുകളിലുള്ള ആളുകൾക്ക് വേണ്ടി നടത്തിയ സമ്മേളനത്തിലാണ് പ്രകാശ് കാരാട്ട് ഈ വിധം പിണറായി വിജയനെതിരെയും കേരളത്തിലെ പാർട്ടി സംവിധാനങ്ങൾക്കെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. സാധാരണക്കാർക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷനുകൾ മുടങ്ങി. മാത്രമല്ല, ഈ ക്ഷേമ പെൻഷനുകളുടെ പേരിൽ സർക്കാർ കോടതിയെ സമീപിക്കുക പോലും ഉണ്ടായി. സാധാരണക്കാരന് അവകാശമായി കിട്ടേണ്ട ക്ഷേമ പെൻഷൻ ഒരു കാരണവശാലും അവരുടെ അവകാശമല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ സർക്കാരിൽ കോടതിയിൽ കേസുമായി പോകുക എന്ന് പറയുമ്പോൾ തന്നെ അത് ജനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഭരിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പ്രകാശ് കാരാട്ട് തന്റെ പ്രസ്താവനയിൽ അടിവരയിട്ട് പറയുന്നത്. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് മാത്രമല്ല, സർക്കാർ ജീവനക്കാരടക്കമുള്ള ആളുകളുടെ സേവന വേതന വ്യവസ്ഥയിൽ ഉണ്ടായ നീരസങ്ങളും സർക്കാരിന് തിരിച്ചടിയായി. SNDP, SDPY മുതലായുള്ള പല സംഘടനകളും തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഈ CPM-നെതിരായി പ്രവർത്തിച്ചതും പോളിംഗ് ബൂത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ മറ്റു പാർട്ടികൾക്ക് വോട്ട് മറിച്ചു കൊടുത്തതും CPM-ന്റെ ദയനീയമായ പരാജയത്തിൽ കലാശിച്ചു എന്ന് തന്നെയാണ് പ്രകാശ് കാരാട്ട് എടുത്തു പറഞ്ഞത്. BJP-യുടെ വളർച്ച അഭൂതപൂർവമായി തന്നെയാണ് കണ്ടു നിൽക്കുന്നത്, അതിശയപൂർവ്വം തന്നെയാണ് CPM വിലയിരുത്തുന്നത് എന്നുകൂടി പ്രകാശ് കാരാട്ട് പറഞ്ഞു. BJP-ക്ക് പ്രവർത്തകരില്ലാത്ത മണ്ഡലത്തിൽ പോലും BJP കുതിച്ചുയരുന്ന തരത്തിലുള്ള വോട്ടിംഗ് ശതമാനം ഉയർത്തുന്നത് കണ്ട് അക്ഷരാർത്ഥത്തിൽ CPM ഞെട്ടി എന്ന് തന്നെയാണ് പ്രകാശ് കാരാട്ട് പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലമായ പിണറായിലെ ധർമ്മടത്ത് പോലും BJP-യാണ് മുന്നേറ്റം ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ എന്താണ് CPM എന്ന പാർട്ടിയുടെ അടിത്തറയ്ക്ക് സംഭവിച്ചത് എന്ന് കണ്ടറിയണം എന്നുകൂടി പ്രകാശ് കാരാട്ട് എടുത്തു പറയുകയുണ്ടായി. പ്രകാശ് കാരാട്ട് ഈ മധ്യമേഖലാ സമ്മേളനത്തിൽ ആഞ്ഞടിച്ചത് മുഴുവൻ പിണറായി വിജയൻ എന്ന നേതാവിനെതിരെ തന്നെയായിരുന്നു. പക്ഷേ അപ്പോഴും പിണറായി വിജയന് ചില ജാമ്യ വ്യവസ്ഥകൾ അനുവദിച്ചുകൊണ്ട് തന്നെയായിരുന്നു പ്രകാശ് കാരാട്ടിന്റെ സംസാരം. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്ന സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദത്തെക്കുറിച്ച് അദ്ദേഹം ഒരക്ഷരം പോലും പ്രതികരിച്ചിട്ടില്ല. ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകി തന്നെയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതെങ്കിലും ആ പ്രതീക്ഷകൾ അത്രയും അസ്ഥാനത്താക്കുന്നതായിരുന്നു, കാറ്റിൽ പറത്തുന്ന തരത്തിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെയും ഭരണസമിതിയുടെയും പെരുമാറ്റ രീതികൾ. ഭരണം എന്ന് തന്നെയാണ്, ഈ ഭരണ നയവൈകല്യങ്ങൾ തന്നെയാണ് സാധാരണ ജനത്തെ സർക്കാരിൽ നിന്നും അകറ്റിയത്, അവർ മറ്റുള്ള പാർട്ടികൾക്ക് വോട്ട് ചെയ്തത്. ഇതാണ് CPM-ന്റെ ദയനീയമായ പരാജയത്തിന് വഴിവെച്ചത് എന്ന് പ്രകാശ് കാരാട്ട് എടുത്തു പറയുമ്പോൾ പിണറായി വിജയനെ വാരി അലക്കി ഉടുക്കുകയായിരുന്നു പ്രകാശ് കാരാട്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്തത്, ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത്, മാത്രമല്ല വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ
സിദ്ധാർത്ഥ് എന്ന യുവാവ് പീഡിപ്പിച്ച് മരിക്കപ്പെട്ട സംഭവത്തിൽ SFI പ്രതിക്കൂട്ടിലായ സംഭവം, ഇതെല്ലാം സർക്കാരിനെ കൃത്യമായി തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതായിരുന്നു. എന്താണ് സർക്കാരിനും കേരളത്തിലെ പാർട്ടിക്കും ഇത്തരം കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത്? തെരഞ്ഞെടുപ്പ് പരാജയം വരെ എന്തുകൊണ്ടാണ് സർക്കാരും CPM ജനങ്ങളിൽ നിന്ന് അകന്നുപോയി എന്ന് മനസ്സിലാക്കുവാൻ, സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് പാർട്ടി വിട്ടുപോയി എന്ന് മനസ്സിലാക്കാൻ പാർട്ടിക്കും പാർട്ടിയുടെ കേരളത്തിലെ സമുന്നതരായ നേതാക്കൾക്കും മുഖ്യമന്ത്രിയായ പിണറായി വിജയനും എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന ചോദ്യം തന്നെയാണ് പ്രകാശ് കാരാട്ടിന്റെ പ്രസ്താവനയിൽ അടങ്ങിയിരുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് നടന്ന മാസപ്പടി വിവാദത്തിലും പ്രകാശ് കാരാട്ട് യാതൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. CMRL എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ 1,72,00,000 രൂപ വാങ്ങി എന്നുള്ളത് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലാണ് പറഞ്ഞിരുന്നത്. അത് രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടായ ഒരു കേസല്ല. എന്നാൽ ഇത്തരം ഒരു അഴിമതി ആരോപണത്തിന് അല്ലെങ്കിൽ മാസപ്പടി വാങ്ങി മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള ആരോപണത്തിന് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനോ വീണയ്ക്കോ പൊതുസമൂഹത്തിൽ വന്നു നിന്നുകൊണ്ട് ഇതിനൊരു ന്യായീകരണം കൊടുക്കാൻ പറ്റാതിരുന്നത്? ഇത് തന്നെയാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ ദൗർബല്യങ്ങളിൽ ഒന്നായി പ്രകാശ് കാരാട്ട് പറഞ്ഞ കാര്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. ഉയർന്ന തലത്തിൽ മാത്രമല്ല പാർട്ടിക്ക് പരാജയം ഉണ്ടായിരിക്കുന്നത്, താഴെ തട്ടിലും ഇതിന്റെ അനുരണനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സമൂലമായ ഒരു അഴിച്ചുപണിയാണ് പാർട്ടിക്ക് ആവശ്യം. തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ വരും കാലത്ത് കേരളത്തിൽ CPM ഉണ്ടാകില്ല എന്ന് ചേർത്ത് പറഞ്ഞ പ്രകാശ് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുകയുണ്ടായി. അതായത് കേരളത്തിലെ CPM എന്ന പാർട്ടിക്ക് ബംഗാളിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നു എന്ന് പ്രകാശ് കാരാട്ടിനെ പോലെ സമുന്നതനായ CPM-ന്റെ നേതാവ് എടുത്തു പറയുമ്പോൾ കേരളത്തിൽ ഈ പാർട്ടി ബംഗാളിലെ പാർട്ടിയെ പോലെ തന്നെ അധപ്പതിക്കുന്നു, അല്ലെങ്കിൽ പതനത്തിന്റെ പടുകുഴിയിലേക്ക് പോകുന്നു. ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിൽ CPM നശിക്കും എന്നുള്ളതിന്റെ, അല്ലെങ്കിൽ നശിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചന തന്നെയാണ് പ്രകാശ് കാരാട്ട് തന്റെ പ്രസ്താവനയിൽ പറഞ്ഞത്. ഇത് തന്നെയാണ് ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിജയരാഘവനും പറഞ്ഞത്. ഈ പാർട്ടി പൂതലിച്ചിരിക്കുന്നു, ജീർണിച്ച് പൂതലിച്ചിരിക്കുന്നു. ഇനി എന്നാണ് ഇതിനൊരു ഉയർത്തെഴുന്നേൽപ്പ്? അല്ലെങ്കിൽ പൂതലിച്ചു കൊണ്ടിരിക്കുന്ന CPM എന്ന മരത്തിന്റെ വേരുകൾ ഇനി കിളിർത്ത് മുളയ്ക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ CPM-ന്റെ സമുന്നത നേതാവായ CPM-ന്റെ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി കൂടിയായിരുന്ന വിജയരാഘവനും പറഞ്ഞത്. അതായത് ഈ പരാമർശങ്ങളും വിമർശനങ്ങളും എല്ലാം ചെന്ന് നിൽക്കുന്നത് പിണറായി വിജയൻ എന്ന നേതാവിന്റെ നേരെ തന്നെയാണ്. തിരുത്തൽ നടപടികൾ വേണം, തിരുത്തൽ നടപടികൾ മുകളിൽ തട്ട് മുതൽ തന്നെ നടത്തണം എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ തന്നെയാണ് തിരുത്തൽ നടപടികൾക്ക് ആദ്യം നാന്ദി കുറിക്കേണ്ടത് എന്ന് തന്നെയാണ് ഈ നേതാക്കൾ പറയുന്നത്. എന്നാൽ പ്രകാശ് കാരാട്ടിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ മേഖലാ സമ്മേളനത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പറയുന്ന ഇത്തരം കാര്യങ്ങൾ എപ്പോഴെങ്കിലും പിണറായി വിജയൻ എന്ന നേതാവിന്റെ മുഖത്ത് നോക്കി പറയുവാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ പിണറായി വിജയനോട് ചോദിക്കുവാൻ പ്രകാശ് കാരാട്ടിന് നട്ടലുണ്ടായിട്ടുണ്ടോ എന്നാണ് സാധാരണ CPM പ്രവർത്തകർ ഇപ്പോൾ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത്. പാർട്ടിയുടെ ഈ ജീർണാവസ്ഥ വരെ കാത്തിരിക്കേണ്ട അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടായത്? പ്രകാശ് കാരാട്ടിനും അതിന്റെ കൃത്യമായ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ തോളിൽ കൈയിട്ട് നടക്കുമ്പോൾ കേരളത്തിലെ CPM അപജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ജനങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു? പാർട്ടിക്കുണ്ടായിരിക്കുന്ന ഇത്തരം അപജയങ്ങൾ, അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് മുതൽ മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ അച്ഛൻ മുഖ്യമന്ത്രിയായതിനാൽ പല കമ്പനികളിൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള വിവാദങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രകാശ് കാരാട്ട് എവിടെയായിരുന്നു? പ്രകാശ് കാരാട്ടിന് ഈ വിവരം പാർട്ടിയുടെ സമുന്നത വേദികളിലോ അല്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയനോട് എടുത്തു ചോദിക്കുവാൻ ഉള്ള നട്ടലുണ്ടായിരുന്നു, അതിനുള്ള ആർജവം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പാർട്ടി നിർമൂലനാശമായി, ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പൂതലിച്ചു നിൽക്കുന്നു, അഥവാ ബംഗാളിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നു എന്നൊക്കെ ഇവർ വിമർശനാത്മകമായി പറയുമ്പോൾ ഒരിക്കൽ പോലും ചെങ്കോലും കിരീടവും ധരിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ അമർന്നിരിക്കുന്ന ഏകാധിപത്യത്തോടുകൂടി കേരളത്തെ വാഴുന്ന മുഖ്യമന്ത്രിയോട് ഒരിക്കലെങ്കിലും പ്രകാശ് കാരാട്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്നാണ് CPM-ന്റെ അണികൾ പോലും ഇപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കൈപ്പറ്റുവാൻ വേണ്ടി, അല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ പാർട്ടി കൊടുക്കുന്ന ലെവി കൊണ്ട് കഴിഞ്ഞുകൂടുന്ന പ്രകാശ് കാരാട്ടിനെ പോലുള്ള സമുന്നതരായ നേതാക്കൾ പിണറായി വിജയന്റെ മുന്നിൽ വന്നു നിന്ന് മുട്ടിടിച്ച് മുണ്ടിൽ മുള്ളുക മാത്രമാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പാർട്ടിക്കുണ്ടായ അപജയങ്ങൾ പിണറായി വിജയനോട് തുറന്നു പറയുവാനോ തെറ്റിദ്ധരുത്തുവാനോ ഇവർക്ക് സാധിക്കാതെ പോയത്? അതിന്റെ കൂടി പരിണിത ഫലമാണ് ഇന്ന് കേരളത്തിലെ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് CPM-ന്റെ അണികൾ എടുത്തു പറയുന്നത്. ഇതിന് ആരെയെങ്കിലും ഒരാളെ മാത്രം കുറ്റക്കാരായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാര്യമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന് 100% പങ്കുള്ളപ്പോൾ പ്രകാശ് കാരാട്ടടക്കം മറ്റുള്ള CPM-ന്റെ സമുന്നതരായ നേതാക്കൾക്കും ഈ പരാജയത്തിൽ, ഈ ദുരന്തത്തിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് സാധാരണക്കാരായ CPM അണികൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പൂതലിച്ച് ജീർണാവസ്ഥയിലായ ഈ പാർട്ടിക്ക് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.